കോൺഗ്രസ് തർക്കത്തിൽ വീണ്ടും ഇടപെട്ടിരിക്കുകയാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. CV ബാലചന്ദ്രനുമായി സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. VT ബൽറാമും CV ബാലചന്ദ്രനുമായി തർക്കം നിലനിൽക്കുമ്പോഴാണ് ഈ കൂടിക്കാഴ്ച. തർക്കത്തിനിടയിൽ അച്ചടക്കം ഓർമ്മിപ്പിച്ച് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അച്ചടക്കവും ഐക്യവും പാലിച്ചു മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഐക്യത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം പരിഹരിക്കാനുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. കോൺഗ്രസിൻ്റെ ഐക്യം അത് ഊട്ടി ഉറപ്പിക്കുക, അത് ഞങ്ങളുടെ ദൗത്യമാണ്. ആ ദൗത്യം ഏറ്റെടുത്ത് മുന്നോട്ട് പോകും. അജിത് ബാബു ഉണ്ട് വിവരങ്ങളുമായി. അജിത്ത്, VT ബൽറാം നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥി, പാർട്ടിക്ക് വേണ്ടി ബൽറാം ഒന്നും ചെയ്യുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെയാണ് CV ബാലചന്ദ്രൻ ഉന്നയിച്ചത്. അതിന് സ്നേഹം എന്ന തലക്കെട്ടിൽ ഒരു സിപ്ലൈനിൽ സഞ്ചരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്യുകയായിരുന്നു VT ബൽറാം. പക്ഷേ ആ തർക്കങ്ങൾ അത് അവസാനിക്കുന്നില്ല. വീണ്ടും ഒരിക്കൽ കൂടി KPCC അധ്യക്ഷൻ വിഷയത്തിൽ ഇടപെടുന്നു. എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് മനസ്സിലാവുന്നത്? തൃത്താല കോൺഗ്രസിൽ നടക്കുന്നത് എന്തൊക്കെയാണ്? കോൺഗ്രസിന്റെ സമര സംഗമം പരിപാടി ഇന്ന് സണ്ണി ജോസഫ് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പ്രധാനമായും പറഞ്ഞത് ഐക്യമാണ് പ്രധാനപ്പെട്ടത്. ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ അത് ഗുണകരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയുള്ളൂ. ജനങ്ങൾ കോൺഗ്രസ് വരണം, UDF വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിന് ഐക്യം കാത്തു സൂക്ഷിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. പ്രത്യേകിച്ച് CV ബാലചന്ദ്രനും VT ബൽറാമും വേദിയിലുള്ളപ്പോഴാണ് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ യോഗത്തിന് ശേഷം CV ബാലചന്ദ്രനുമായി സണ്ണി ജോസഫ് കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയിൽ ഇനിയൊരു പ്രശ്നങ്ങൾ ഗുരുതരമായ സാഹചര്യങ്ങളിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാവരുത്, പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള ഉറപ്പ് നൽകി. അതിനുശേഷമാണ് അദ്ദേഹം പുറത്തെത്തി മാധ്യമങ്ങളോട് ഇക്കാര്യം പ്രതികരിച്ചത്. ഐക്യം ഉണ്ടാവണമെന്നുള്ളതാണ് പ്രധാന കാര്യമെന്നുൾപ്പെടെ അദ്ദേഹം പ്രതികരിച്ചു. ഏതാണെങ്കിലും കോൺഗ്രസ് ഈ തൃത്താലയിലെ പ്രശ്നം ഇനി ഒരു ഘട്ടത്തിലേക്ക് വളരാൻ അനുവദിക്കരുത് എന്നുള്ള ഘട്ടത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തുന്നത്. 2 തവണയാണ് ഇപ്പോൾ സംസ്ഥാന നേതൃത്വം വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാനുള്ള നിർദ്ദേശം ഇരു വിഭാഗങ്ങൾക്കും നൽകി. ഒരു തരത്തിലും ഇനി പ്രശ്നം ഉണ്ടാവരുതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടി പ്രധാനമായും ഇപ്പോൾ ഉയർന്നു വരികയാണ്. തൃത്താലയിലെ നമുക്കറിയാം ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വലിയ തരത്തിലുള്ള പ്രചരണം നടക്കുകയും ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള സംസാരത്തിനിടയിൽ ഒരാൾക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇടപെട്ട് പ്രശ്നം. തൃത്താലയിലെ കോൺഗ്രസ് തർക്കത്തിൽ വീണ്ടും ഇടപെട്ടിരിക്കുന്നു KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്.